നമസ്കാരം. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല എന്ന പോലെയാണെന്ന് CPM-ൻ്റെ സ്ഥിതി. താഴെ തട്ട് മുതൽ മുകളിൽ വരെ പിണറായി വിജയനാണ് കേരളത്തിലെ പരാജയത്തിന് കാരണമെന്ന് വിളിച്ച് പറഞ്ഞിട്ടും പുറപ്പുറത്ത് കയറി പറഞ്ഞിട്ടും കേന്ദ്ര കമ്മിറ്റിക്ക് അതൊന്നും അറിയില്ല എന്ന പൊട്ടൻ കളിയാണ് ഡൽഹിയിൽ നടത്തിയിട്ടുള്ളത്. പിണറായി വിജയൻ എന്ന് പറയുന്ന കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച ഒരാളിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപ കേന്ദ്ര കമ്മിറ്റി അതായത് ഡൽഹിയിലെ CPM-ൻ്റെ ഓഫീസ് നടത്താനും പോളിറ്റ് ബ്യൂറോ നടത്താനും ഒക്കെ ചെലവ് കിട്ടിയത്. ആ ചെലവിൻ്റെ കണക്ക് പിണറായി വിജയൻ അവതരിപ്പിച്ച് പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങളും കേരളത്തിൽ തോൽവിക്ക് കാരണമായ ആരോപണങ്ങളെല്ലാം അതെല്ലാം കെട്ടി അത് പ്രത്യേകമായ അളമാറയ്ക്ക് മാറ്റിവെച്ച് എവിടെ പരാജയത്തിന് കാരണം പിണറായി വിജയനല്ല കൂട്ടുത്തരവാദിത്തമാണ് എന്നുള്ള നിലയിൽ ഒരു പ്രസ്താവനയും ഉണ്ടാക്കി തടി തപ്പിയിരിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി. നമുക്കറിയാം, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് MA ബേബിയെ കുറിച്ച് ഞാൻ പ്രസിദ്ധീകരിച്ച പോലെ വേറെ ആരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവില്ല. സ്വരലയ എന്ന് പറയുന്ന ഒരു സ്വകാര്യ സംഘടന ഉണ്ടാക്കി അതിൻ്റെ പ്രസിഡൻ്റായി അത് കൊണ്ട് നടന്ന് അവസാനം കോടിക്കണക്കിന് രൂപ സ്വകാര്യ കമ്പനികളിൽ നിന്നും അതേപോലെ പബ്ലിക് കമ്പനികളിൽ നിന്നും ഉണ്ടാക്കി അത് ദുർവിനിയോഗം ചെയ്ത് അവിടെ സ്ത്രീ വിഷയങ്ങളിൽ അഗ്രഗണ്യനായിരുന്ന MA ബേബി നടത്തിയ പേക്കൂത്തുകൾ ക്രൈമിൽ പ്രസിദ്ധീകരിക്കുകയും അത് ബെർലിൻ കുഞ്ഞൻ നായർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള മാതൃഭൂമി വാരികയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള നമ്മുടെ MA ബേബി എനിക്കെതിരെ കേസ് കൊടുത്തിരുന്നു. കേസ് കൊടുത്തപ്പോൾ അവസാനം MA ബേബിക്ക് സമ്മതിക്കേണ്ടി വന്നു ഇതെല്ലാം സത്യമാണ്. കോടതിയിൽ പറഞ്ഞു ക്രൈം പ്രസിദ്ധീകരിച്ചെല്ലാം സത്യമാണ് എന്നുള്ളത്. അങ്ങനെയുള്ള MA ബേബി ഇപ്പോൾ അടുത്ത കാലത്ത് അദ്ദേഹം പോളിസി മാറ്ററിലെല്ലാം തന്നെ വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് പ്രസ്താവന ഇറക്കാറുള്ളത്. താഴേക്കടയിൽ കിടക്കുന്ന CPM-ൻ്റെ സാധാരണ മെമ്പർമാർ പോലും തുറന്ന് പറയാമെന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. പിണറായി വിജയനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം തുടങ്ങി എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. കേരളത്തെ രക്ഷിക്കാൻ CPM-നെ രക്ഷിക്കാൻ ഒരു മാർഗം വന്നിരിക്കുന്നു, MA ബേബി ശക്തനായിരിക്കുന്നു എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അങ്ങനെ താഴെ തട്ടുള്ള ആളുകൾ വാ തുറന്നു. അതുവരെ ഇരുമ്പ് മറയ്ക്കുള്ളിലായിരുന്നു CPM. ആ CPM-നെ താഴെ തട്ടുള്ള ആളുകൾ ബ്രാഞ്ച് തലത്തിലുള്ള ആളുകൾ സാധാരണ മെമ്പർമാർ പറഞ്ഞു പിണറായി വിജയൻ്റെ ഭരണമാണ്, പിണറായി വിജയൻ്റെ ശൈലിയാണ്, പിണറായി വിജയൻ്റെ അഴിമതിയാണ്, പിണറായി വിജയൻ്റെ സ്വജനപക്ഷപാതമാണ്, പിണറായി വിജയൻ്റെ ജനങ്ങളിൽ നിന്ന് അകന്നു നിന്നുള്ള 41 വണ്ടി പോലീസിലുള്ള യാത്രയാണ്, ഇരുമ്പ് മറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ കാര്യങ്ങളാണ് കേരളത്തിലെ CPM-നെ തകർത്തത്, ഇടതുപക്ഷത്തെ തകർത്തത് എന്ന് സാധാരണക്കാർ വിളിച്ചു പറഞ്ഞു. പല കമ്മിറ്റികളിലും പിണറായി വിജയനാണ് കാരണക്കാരൻ കേരളത്തിൻ്റെ തോൽവിക്കെന്ന് കൃത്യമായി വിളിച്ചു പറഞ്ഞു. അങ്ങനെ താഴെ തട്ട് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ എത്തിയപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ ആരാണുള്ളത്? പിണറായി വിജയനും പിന്നെ MV ഗോവിന്ദനാണ്. ഈ 2 കള്ളന്മാരാണ് യഥാർത്ഥത്തിൽ CPM-നെ നശിപ്പിച്ചത്. ആ 2 കള്ളന്മാർ ചേർന്ന് തീരുമാനിച്ചെന്താ, സംസ്ഥാന കമ്മിറ്റി ഒന്നും പ്രശ്നമല്ല, കൂട്ടുത്തരവാദിത്തമാണ്, പിണറായി വിജയൻ ഒറ്റയ്ക്കല്ല പ്രശ്നം എന്ന് ഉണ്ടാക്കി തീർക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൻ്റെ പരാജയത്തിന് കാരണം എന്താണെന്നുള്ള കൃത്യമായ വിശകലനത്തിൽ കേരളത്തിലെ കൃത്യമായി കാര്യങ്ങൾ പറയാൻ അനുവദിക്കാതെ, കൃത്യമായി പുറത്തേക്ക് വാർത്ത പുറത്തുവിടാതെ ഇപ്പോൾ ഒതുക്കിയിരിക്കുകയാണ്. ഇതൊക്കെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞു വരാൻ ശ്രമിച്ചത്. എന്നാൽ യഥാർത്ഥ കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും അഴിമതിയും സ്വജനപക്ഷപാതവും സ്വന്തം കുടുംബത്തെ മാത്രം ലക്ഷ്യമാക്കി നടത്തിയ കോടാനുകോടിയുടെ നിക്ഷേപവും ഇതൊക്കെ തന്നെയാണ് പിണറായി വിജയനെ എന്ന ആളെ ഈ പാർട്ടിയെ നശിപ്പിച്ചത്, ഈ ഭരണം നശിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്ത ഈ കാര്യം കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണ അണികൾക്ക് ദഹിക്കുന്നതല്ല. ആ ദഹിക്കാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയത്. 10,000 കോടി രൂപയുടെ പിണറായി വിജയൻ അനധികൃത സമ്പാദ്യത്തിൻ്റെ രേഖകളാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. അത് പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് കള്ളക്കേസ് തട്ടിയെടുത്ത് കൊണ്ടുപോയതാര്? പിണറായി വിജയൻ. അങ്ങനെ തട്ടിയെടുത്തത് കൊണ്ട് ഞാൻ വിളിച്ചു പറയാതിരിക്കുമോ? എൻ്റെ ഓഫീസിൽ നിന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോയ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 10,000 കോടി രൂപയുടെ പിണറായി വിജയൻ്റെ നിക്ഷേപങ്ങൾ. കേരളത്തിൽ ആദ്യമായി പിണറായി വിജയനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചതും അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതും ഞാനാണ്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയനാണ് മുഖ്യ വില്ലൻ എന്ന് പറയുന്ന വാർത്ത 2005 ഫെബ്രുവരി 2 ക്രൈമിൻ്റെ പ്രത്യേക ലക്കത്തിൽ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടായി ഞാൻ പ്രസിദ്ധീകരിച്ചു. ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടല്ലേ എൻ്റെ ക്രൈമിൻ്റെ ഓഫീസ് കത്തിച്ചത്. റയ്യാസിൻ്റെ നേതൃത്വത്തിൽ കത്തിക്കുകയും
അവിടെയുള്ള വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടുപോയി പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത അവസാനം മകളെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടി വന്നില്ലേ? സ്വന്തം ഭാര്യയെ ചവിട്ടി നാഭിക്ക് ചവിട്ടി കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ല ചെയ്ത റിയാസ് നാട്ടില് പാളയ മാർക്കറ്റിൽ 50 രൂപയ്ക്ക് പെണ്ണുങ്ങളെ കിട്ടുമ്പോൾ നിന്നെ ആർക്ക് വേണം അവിടെ എന്ന് പറഞ്ഞ റിയാസ് അവസാനം പിണറായി വിജയന്റെ മകളെ കല്യാണം കഴിച്ചത് എങ്ങനെയാണ്? ഈ ബ്ലാക്ക് മെയിലിങ്ങിലൂടെയാണ്. പിണറായി വിജയനെതിരെയുള്ള കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളും ലാവ്ലിൻ കേസിൽ നിന്ന് കിട്ടിയ പണം പല സ്ഥലത്ത് നിക്ഷേപിച്ചതിൻ്റെ രേഖകൾ ക്രൈമിൻ്റെ ഓഫീസിൽ തട്ടിക്കൊണ്ടുപോയി അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് റിയാസ് പിണറായി വിജയന്റെ മകളെ കല്യാണം കഴിച്ചതെന്നുള്ളത് ഇപ്പം നാട്ടിലെ എല്ലാവർക്കും അറിയാം. CPM സാധാരണ പ്രവർത്തകർക്കറിയാം. അന്ന് പാർട്ടി പിണറായി വിജയനെ പുറത്താക്കിയിരുന്നെങ്കിൽ ഇന്ന് പാർട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. പിണറായി വിജയൻ പണത്തിൻ്റെ സ്രോതസ്സാണ്. താൻ മോഷ്ടിക്കുന്ന പണത്തിൽ ഒരു ഓഹരി പാർട്ടിക്ക് കിട്ടും. അതുവഴി പാർട്ടി സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ പറ്റും. പിണറായി എത്ര കോടികൾ ഉണ്ടാക്കിയാൽ പാർട്ടിക്ക് എന്താ എന്നുള്ള നിലപാട് കൊണ്ടാണ് ശരിക്കും പാർട്ടി തകർന്ന് തരിപ്പണമായി പോയത്. 10 വർഷം ഭരിച്ച പാർട്ടി കേരളത്തിൽ എന്താവണം? കേരളത്തിലെ സാധാരണക്കാരുടെ പാർട്ടിയാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പാർട്ടിയാവണം. എന്നാൽ പിണറായി വിജയന്റെ ശൈലിയിൽ ഇവിടെ അതേപോലെയുള്ള ആയിരക്കണക്കിന് പിണറായിമാരുണ്ടായി. ഇത് രാഷ്ട്രീയവും അഹങ്കാരവും ആരും ചോദിക്കാനില്ല എന്നുള്ള ധിക്കാരവും. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളും അധികാര കേന്ദ്രം ഇവരെ കസ്റ്റഡിയിലായിരുന്നു കഴിഞ്ഞ 10 വർഷം. ഇവർ നടത്തിയിട്ടുള്ള ഇടപാടുകൾ, സെറ്റിൽമെൻറ്റുകൾ, അതിലൂടെ പിണറായി വിജയന് മുഖ്യ പങ്ക് കിട്ടും, ബാക്കിയവർ പങ്കിട്ടെടുക്കും. സാധാരണക്കാർക്ക് നീതി കിട്ടില്ല. സാധാരണ CPM പ്രവർത്തകർക്കൊന്നും നീതി കിട്ടിയിട്ടില്ല. അല്ലെങ്കിലും തട്ടിപ്പും വെട്ടിപ്പിലൂടെ അല്ലല്ലോ, സെറ്റിൽമെൻറ്റിലൂടെ അല്ലല്ലോ നാട്ടിൽ ഉണ്ടാവേണ്ടത്, പരിഹാരം ഉണ്ടാകേണ്ടത്. അങ്ങനെ പാർട്ടി ജനങ്ങളിൽ നിന്നകന്നു. പിണറായി വിജയൻ വളർന്ന് വാനോളം ഉയർന്ന് അവസാനം അതൊരു ഊതി വീർപ്പിച്ച ബലൂണായതിനാൽ ഒറ്റ കുത്തിന് ജനങ്ങൾ കുത്തിപ്പൊട്ടിച്ചു. ഇലക്ഷൻ വന്നപ്പോൾ സാധാരണ CPM അണികൾ തന്നെ മാറിക്കുത്തി. അതാണ് കേരളത്തിലെ പരാജയത്തിന് കാരണം. അവർ കണ്ടുകൊണ്ടിരിക്കല്ലേ 10-41 വണ്ടിയുടെ പോലീസ് സഹായത്തോടെ ഒരു സാധാരണ ജനങ്ങളിൽ നിന്ന് അകന്ന് ഭീകരനായി നടക്കുന്ന പിണറായി വിജയനെ. അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾ കണ്ടതല്ലേ എന്നെ പോലെയുള്ള സത്യത്തിന് വേണ്ടി പോരാടിയ പത്രപ്രവർത്തകരെ ജയിലിലടയ്ക്കുന്നത്, അത് കള്ളക്കേസിൽ കുടുക്കി അർദ്ധരാത്രി വന്ന് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ജനങ്ങൾ വെറുതെ ഇരിക്കുകയാണോ എന്നാണ് കരുതിയത്. CPM സാധാരണ ജനങ്ങൾ, സാധാരണക്കാർ ക്രൈമിൻ്റെ കൂടെയാണ്. ആ ക്രൈമിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ക്രൈം സത്യം മാത്രമേ പറയുള്ളൂ. പിണറായി വിജയൻ തട്ടിപ്പുകാരനും വെട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം 10,000 കോടി രൂപയുടെ നിക്ഷേപം അദ്ദേഹത്തിന് വിദേശത്തുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വിദേശ നിക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം 10,000 കോടി രൂപ അദ്ദേഹത്തിന് 2021 നിക്ഷേപമുണ്ടെങ്കിൽ അത് 1,00,000 കോടി 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത് ആരോടെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? ശബരിമല കൊള്ള തുടങ്ങി എല്ലാ ഇടങ്ങളിലും പിണറായി വിജയന്റെ കൈകളെത്തി. അവിടെയെല്ലാം വർഗീയ വിഷം തുപ്പുന്ന വെള്ളാപ്പള്ളിയെ കൊണ്ടു നടന്ന അവസാനം എന്താക്കി? കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ കംപ്ലീറ്റ് അകന്നു. എന്തിന്? യോഗി ആദിത്യനാഥ് വർഗീയവാദിയാണെന്ന് പറയുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് വായിച്ചിട്ടാണ് അയ്യപ്പ സംഗമത്തിൽ ആഘോഷിച്ചത്. അതിനർത്ഥം എന്താണ്? BJPയും CPMഉം തമ്മിൽ ധാരണയാണ്. CPM അണികൾ ഇനി BJPക്ക് വോട്ട് ചെയ്യുന്നതിൽ മടിക്കണ്ട, നമ്മൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള സന്ദേശമാണ് പിണറായി വിജയൻ വിളമ്പിയത്. പക്ഷെ സാധാരണ ന്യൂനപക്ഷങ്ങൾ അപ്പുറത്തന്നെ മനസ്സിലാക്കി പിണറായി വിജയൻ ഇവിടെ RSSനേക്കാളും വലിയ ഭീകരവാദിയാണ്. കാരണം ഭീകരവാദി എന്ന് RSSനെ പറയുന്ന ആരാണ്? CPM ആണ്. ആ CPMന്റെ തലത്തൊട്ടപ്പനായ പിണറായി വിജയൻ യോഗി ആദിത്യനാഥിനെ വിളിച്ച് ഇങ്ങനെ സന്ദേശം വായിച്ചാൽ പിണറായി വിജയൻ അതിനോട് വലിയ തീവ്രവാദിയാണ്, ഹിന്ദു തീവ്രവാദിയാണെന്നുള്ളത് മനസ്സിലാക്കിയ ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യാനികളും അതേപോലെ മുസ്ലിങ്ങളും അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി ബ്ലോക്കായി UDFന് വോട്ട് ചെയ്തു. CPMന്റെ ഇത്തരത്തിലുള്ള UDFന് എങ്ങനെയാണ് വോട്ട് കിട്ടിയത്? വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം പിണറായി വിരുദ്ധ വോട്ടാണ്. അദ്ദേഹത്തിൻ്റെ എതിരെ അദ്ദേഹം ചെയ്ത പ്രവർത്തികളുടെ ഫലമായിട്ട് കിട്ടിയ വോട്ടാണ് UDFന്റെ സ്വന്തം കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന വോട്ടല്ല. പയ്യന്നൂരിൽ വോട്ട് കിട്ടിയത് കോൺഗ്രസിൻ്റെ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് UDFന്റെ ഏതെങ്കിലും പാർട്ടിയുടെ വോട്ടാണോ? അല്ല, CPMന്റെ വോട്ടാണ്. CPM ശക്തി കേന്ദ്രങ്ങളിൽ വിള്ളലുണ്ടായി. പിണറായി വിജയനെ ചോദ്യം ചെയ്തു. ക്രൈം എന്താണോ പറഞ്ഞത് അതെല്ലാം സാധാരണ CPM പ്രവർത്തകർ ഏറ്റെടുത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പയ്യന്നൂരും തളിപ്പറമ്പും പോലുള്ള സ്ഥലങ്ങൾ. പയ്യന്നൂരിൽ ഉണ്ടായിട്ടുള്ള എന്താണ്? പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്നു. അവിടെ സാധാരണ CPM പ്രവർത്തകർ പിണറായി വിജയനെയും അതേപോലെ അവിടുത്തെ MLAയും ചോദ്യം ചെയ്യാനെത്തി. അതിൽ പിണറായി വിജയനും സംഘവും കൂടെ നിന്ന് ആരുടെ കൂടിയാണ്? അവിടുത്തെ MLAയുടെ കൂടിയാണ്.
ധനരാജ് രക്തസാക്ഷി തട്ടിപ്പിൽ അവിടുത്തെ ജനങ്ങൾ എന്താ ചെയ്തത്? മാർച്ച് കുത്തി കുഞ്ഞികൃഷ്ണനോടൊപ്പം നിന്നു, പാർട്ടി അണികൾ കുഞ്ഞികൃഷ്ണനോടൊപ്പം നിന്നു. അവിടെ CPM-ന് വോട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ കുഞ്ഞികൃഷ്ണൻ ജയിക്കുമായിരുന്നോ? തളിപ്പറമ്പിൽ എന്താ സ്ഥിതി? സ്വന്തം ഭാര്യയെ കൊണ്ടു നിർത്തി അങ്ങനെ സ്വജനപക്ഷപാതം, അതായത് കുടുംബ വാഴ്ചയ്ക്ക് ഒരുങ്ങിയ സംസ്ഥാന സെക്രട്ടറി ബഫൂൺ ആണെന്ന് എല്ലാവരും CPM പ്രവർത്തകർ പറയുന്ന നമ്മളെ MV ഗോവിന്ദൻ അപ്പം കൊണ്ട് നടന്ന് കേരളയിൽ കൊണ്ട് നടന്ന് നിമിഷം കൊണ്ട് കോടികൾ ഉണ്ടാക്കാൻ, ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ വിദ്യാസുരൻ, അങ്ങനെയുള്ള വിദ്യാസുരൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ, പിണറായി വിജയനെ പോലെയുള്ള ഒരു തട്ടിപ്പുകാരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിലെ CPM നശിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. CPM അണികൾ അവസാനം ആ പ്രസ്ഥാനത്തിനെ നശിപ്പിക്കാൻ ഇറങ്ങിയ ചാരനായ പിണറായി വിജയനെ കല്ലെറിയും. ആ കല്ലെറി പിണറായി വിജയൻ ഇത്രയധികം എല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നത് പിണറായി വിജയന്റെ ആജ്ഞാനുവർത്തിയിൽ നിന്ന് MV ഗോവിന്ദനാണ്. ഈ രണ്ടുപേരെയും കെട്ടുകെട്ടിക്കാതെ ഈ CPM വളരില്ല, CPM നിലനിൽക്കില്ല, ഈ CPM കാലഹരണപ്പെടും, നശിക്കും എന്നുള്ളത് മനസ്സിലാക്കാതെ കേന്ദ്ര കമ്മിറ്റി കൂടിയ മീറ്റിംഗ് ജനങ്ങൾ ഇനിയും വിശ്വസിക്കണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ എൻ്റെ MABB, നിങ്ങൾ വിദ്യാസുരൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ബോധം എന്നുള്ള സാധനമില്ല. ഇപ്പോഴും മുമ്പ് സ്വരലയം നടത്തി തട്ടിപ്പ് നടത്തിയ ശീലം മാത്രമേ ഉള്ളൂ. പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് താങ്കൾക്ക് വളരാനുള്ള യാതൊരു യോഗ്യതയുമില്ല. താങ്കളുടെ വലിയ പ്രസ്താവനകളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു താങ്കൾ ശരിയായ ലൈനിലേക്കാണ് പോകുന്നത്. സാധാരണ CPM പ്രവർത്തകരുടെ ആഗ്രഹമാണ് താങ്കൾ. ആ ആഗ്രഹം താങ്കൾ കൃത്യമായി പറയുന്നു. തുറന്നു പറയാമെന്ന് പറഞ്ഞപ്പോൾ തുറന്നു പറഞ്ഞ പാവപ്പെട്ട CPM പ്രവർത്തകരുടെ അവരുടെ ആഗ്രഹം, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും വിലയ്ക്ക് വെക്കാതെ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന ഏർപ്പാടാണ് ഡൽഹിയിൽ നടന്നത് എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്ന് കിട്ടിയ വിവരം. എന്തായാലും പാർട്ടി പഠിക്കാൻ പോകുന്നില്ല, അത് നാശത്തിൻ്റെ വക്കിലേക്കാണ്. പാർട്ടി പൂർണ്ണമായി നശിക്കാൻ പോകുന്നു എന്ന് ഞാൻ പ്രവചിക്കുകയാണ്. ബംഗാളും ത്രിപുരയിലും നശിച്ച പോലെ അടുത്ത ഇലക്ഷന് കൂടി കേരളത്തിൽ CPM-ന്റെ പൊടി പോലും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ഇലക്ഷൻ നടത്തിയാൽ കേരളത്തിലെ 140 സീറ്റുകളിലും VD സതീശൻ്റെ ആളുകൾ വിജയിക്കും. കാരണം ഇന്ന് കേരളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള, ജനപിന്തുണയുള്ള, ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു നേതൃത്വം നടത്തുന്ന, അതായത് ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. എന്തിന്? പിണറായി വിജയനെ പോലെ 41 വണ്ടി കാറിലാണോ, പോലീസ് സഹായത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം നടക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ക്ലിഫ് ഹൗസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അദ്ദേഹത്തിൻ്റെ എറണാകുളത്തെ വീട്ടിലും അതേപോലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുമെല്ലാം ആയിരങ്ങളാണ് അദ്ദേഹത്തെ കാണാനെത്തുന്നത്. ആർക്കും കാണാം. പിണറായി വിജയനെ പോലെ ഇരുമ്പ് മറയ്ക്കുള്ളിലിരുന്ന് ആരെയും കാണണ്ട എന്നുള്ള തീരുമാനം അദ്ദേഹത്തിൻ്റെ, അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജനകീയത എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടിയേക്കാൾ വലിയ ജനപിന്തുണയുള്ള ആളായിട്ട് VD സതീശൻ മാറുകയാണ്. എന്നാൽ പിണറായി വിജയനോ ഇപ്പോൾ മുണ്ട് മടക്കി കുത്തിയിരുന്നൊരു കാര്യമുണ്ടോ? അന്ന് മുണ്ട് മടക്കി കുത്തണമായിരുന്നു. അന്ന് അദ്ദേഹം ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിൽ പോയിട്ട് എന്താ കാണിച്ചത്? ചളി ചവിട്ടും എൻ്റെ ചെരുപ്പിന്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ മനസ്സുണ്ടല്ലോ, ദുഷിച്ച മനസ്സുള്ള ആ ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിനെ താങ്ങിയതാണ് കേരളം നശിച്ചു പോയത്. ആ ചളിക്കുണ്ടിലാണെങ്കിലും ഞങ്ങൾ ഇറങ്ങി വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുന്ന VD സതീശനെയാണ് ജനങ്ങൾക്ക് വേണ്ടത്, ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ പിണറായി വിജയനെ പോലെ ധാർഷ്ട്യം നിറഞ്ഞ, അഹങ്കാരം നിറഞ്ഞ, സ്വജനപക്ഷപാതിയെ, അഴിമതിക്കാരനായ തട്ടിപ്പ് വീരനെ അല്ല. അതാണ് പഠിക്കേണ്ടത് കേന്ദ്ര നേതൃത്വം. പാർട്ടി സാധാരണക്കാരുടെ പാർട്ടിയെ മാറണം. അത് പട്ടിണി പാവങ്ങളുടെ, അതേപോലെ കർഷകരുടെ, അതേപോലെ തൊഴിലാളികളുടെ പാർട്ടിയെ മാറണം. എന്നാൽ എന്താണ് ഇവിടെ ഉണ്ടാകുന്നത്? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണോ? പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ? നമുക്കറിയാം ആശാവർക്കന്മാരുടെ സമരം തീർത്തത് എങ്ങനെയാണ്? VD സതീശൻ നിമിഷ നേരം കൊണ്ടാണ്. ഒരു കൊല്ലക്കാലം ആ മഴയത്തും വെയിലത്തും ഇരുത്തി അവസാനം തലമുണ്ടനം ചെയ്ത് അവർക്ക് പൊട്ടിക്കരയുമ്പോൾ അവരുടെ ശാപമാണ് പിണറായി വിജയൻ ഇപ്പോൾ താങ്കൾ വഹിച്ചു കൊണ്ട് നടക്കുന്നത്. ഇതുകൊണ്ടൊന്നും തീരില്ല. താങ്കൾ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾ, അതിന് പരിഹാരമില്ല. താങ്കൾ ചെയ്ത അത്രയും ക്രൂരതയാണ് താങ്കൾ ചെയ്തത്. TP ചന്ദ്രശേഖരനെ പോലെ 100 ആളുകളെ കൊല ചെയ്ത് അവരുടെ ആത്മാവ് എന്ന സാധനം ഇല്ലെങ്കിലും അവരുടെ ശാപമുണ്ടല്ലോ, അത് പേറി നടക്കേണ്ട ഒരു ജന്മമായി പോയി പിണറായി വിജയൻ താങ്കളുടേത് എന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. നന്ദി, നമസ്കാരം.